ഹായ്, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഇന്ന് ഞാനൊരു അസൈൻമെൻറ്റ് തരാനൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അടുത്തൊരു സെഷൻ അസൈൻമെൻറ്റ്, കുറേ പാർട്ടുകളും അസൈൻമെൻ്റ് ആണ്. അടുത്തൊരു സെഷൻ തുടങ്ങണം. അപ്പോൾ അസൈൻമെൻറ്റ് ആദ്യം എഴുതിക്കോളൂ. റൈറ്റ് എ ബ്രീഫ് അക്കൗണ്ട് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി with emphasis given to different stages of enquiry. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യാം അസൈൻമെൻറ്റുകൾ. അത് എഴുതാൻ എന്തായാലും ഒരു 3-4 മണിക്കൂർ ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ പരീക്ഷ കഴിഞ്ഞ് നേരിട്ട് സബ്മിറ്റ് ചെയ്യാനുള്ളതാണ്. ഓൺലൈനല്ല, നേരിട്ട് സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ എഴുതി റെഡിയാക്കുക. മനസ്സിലായല്ലോ അല്ലേ? നിങ്ങളുടെ ഈ S2-ൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രം എനിക്ക് തന്നാൽ മതി. അപ്പോൾ എഴുതി നിങ്ങൾ റെഡിയാക്കാം. ഓക്കെ. ഞാൻ ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഒരു മാസം ഡ്യൂറേഷൻ തരാം. ഡ്യൂ ആവാൻ അത് ഇട്ടുകൊണ്ട് ഞാൻ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ. തൽക്കാലം ഞാൻ ഇന്നത്തെ ക്ലാസ് തുടങ്ങട്ടെ. ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റയാണ് എനിക്ക് ഇത്തവണ പറയാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ കളക്ഷൻ കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ചെയ്യാനുള്ളത് ഓർഗനൈസേഷൻ ഓഫ് ഡേറ്റയാണ്. അതിലൊരു പ്രധാന സ്റ്റെപ്പാണ് ക്ലാസിഫിക്കേഷൻ. മനസ്സിലാക്കാന്ന് ഞാൻ വിചാരിക്കണം. നമുക്ക് തുടങ്ങാം. ആഫ്റ്റർ കളക്ടിങ് ഡേറ്റ, statistician has to organize those collected data. Classification is one of the methods for arranging data. And what is meant by classification? The process of arranging data in groups or classes according to resemblance and similarities is technically called classification. And what is the purpose of classification? Classification is done to eliminate unnecessary details and to arrange data in a simple, brief and understandable manner. മനസ്സിലാക്കാണ് ഞാൻ വിചാരിക്കണം. എക്സ്പ്രഷൻ വേണ്ടല്ലോ. ഇപ്പോൾ പല എററുകളും ഉണ്ടായേക്കാം ഒരു പക്ഷേ. Classification is done on the basis of characteristics possessed by the items. The characteristic can be of two types: measurable characteristics, non-measurable characteristics. അപ്പോൾ ഈ മെഷറബിൾ നോൺ മെഷറബിൾ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് ഈ ഡേറ്റനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. എന്താണ് മെഷറബിൾ പ്രോപ്പർട്ടീസ്? നമുക്ക് കാണാം. ഹൈറ്റ്, വെയ്റ്റ്, പ്രൊഡക്ഷൻ എക്സെട്ര, ദേ ആർ ഓൾസോ നോൺ ആസ് വേരിയബിൾസ്. These are examples for measurable properties. നമുക്കൊരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് അളന്ന് തിട്ടപ്പെടുത്താവുന്നത്. ഹൈറ്റ് മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് അളക്കാം. വെയിറ്റ് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് വെയിങ് ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ, കിലോഗ്രാമിൽ എത്ര അരി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു അല്ലേ, കിലോഗ്രാമിൽ നമുക്ക് അളക്കാവുന്നുള്ളൂ. ഇവയൊക്കെ നമ്മൾ മെഷറബിൾ പ്രോപ്പർട്ടീസ് ആണ്, അളന്ന് തൂക്കി മനസ്സിലാക്കാവുന്ന സാധനങ്ങൾ. ദേ ആർ ഓൾസോ നോൺ ആസ് വേരിയബിൾസ്. Then non-measurable properties: sex, marital status, educational qualification, etc. They are also known as attributes. ഇപ്പോൾ ഒരാൾ ആണോ പെണ്ണോ, ജെൻഡർ എന്നൊക്കെ പറയും നമ്മൾ, മെയിൽ ഓർ ഫീമെയിൽ, അത് നമുക്ക് അളക്കാൻ പറ്റുമോ? പറ്റില്ല. മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ. മാരിറ്റൽ സ്റ്റാറ്റസ്, മാരീഡ് ആണോ അൺമാരീഡ് ആണോ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ചിലർ BSc, ചിലർ MSc, ചിലർ പ്രീ ഡിഗ്രി. അത് നമുക്ക് അളന്ന് നോക്കി നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷെ മനസ്സിലായല്ലോ അല്ലേ? ദേ ആർ ഓൾസോ നോൺ ആസ് ആട്രിബ്യൂട്ട്സ്. അപ്പോൾ മെഷറബിൾ പ്രോപ്പർട്ടീസ്, നോൺ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ മെഷറബിൾ പ്രോപ്പർട്ടീസിനെ വേരിയബിൾസ് എന്നും പറയും, മറ്റേതിനെ ആട്രിബ്യൂട്ട്സ് എന്നും നമ്മൾ പറയാം. The first classification is based on attributes. Under this method, the data are classified on the basis of qualitative characteristics known as attributes. Example: literacy, unemployment, etc. They are also called descriptive characteristics. They are not measurable. Their presence or absence can only be known. This type of classification is also known as qualitative classification. Then classification according to variables. Under this method, the data are classified on the basis of
quantitative characteristics such as age, height, weight, etc., which are capable of direct measurement. An example of classification on the basis of height of pupil is shown. See, height in cm, number of people. 135 തുടങ്ങി 140 ഇടയ്ക്ക് ഹൈറ്റ് ഉള്ളവരെ 12 പേര്, 140 തുടങ്ങി 140 15 പേര്, ഈ തരത്തിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പറയുന്നതാണ് അക്കോർഡിംഗ് ടു വേരിയബിൾസ്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ്. എക്സാമ്പിൾ കണ്ടാൽ മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നു. When the data are grouped into classes of appropriate size, indicating the number of observations in each class, we get a frequency distribution or frequency table. It is a method of summarizing data. Then you may be asked to write what is meant by a frequency table or frequency distribution. How can we explain? When the data are grouped into classes of appropriate size, indicating the number of observations in each class, then that table is known as frequency distribution or frequency table. It is a method of summarizing data. Important components of frequency distribution are classes. A large number of observations varying in a wide range are usually classified in several groups according to their size. Each of these groups is defined by an interval called class interval. അപ്പോൾ എന്താ ക്ലാസ് എന്ന് പറഞ്ഞാൽ a large number of observations varying in a wide range are usually classified into several groups according to their size. Each of these groups is defined by an interval called class interval. തൊട്ട് മുമ്പത്തെ ടേബിൾ നോക്കി നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഈ ഇവിടെ ഹൈറ്റ് മൗസ് പോയിന്റ് നോക്കി 135 to 140, അതിന് നമ്മളൊരു ക്ലാസ് എന്ന് പറയാം. 135 140 ഇടയ്ക്കുള്ളത് 12 എണ്ണം, അതൊരു ക്ലാസ് ആണ്. മനസ്സിലാക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ പല ക്ലാസ്സിൽ നമുക്ക് പറയാം. എക്സാമ്പിൾ, സ്റ്റുഡൻസ് ഹാവിംഗ് എ ഹൈറ്റ് ഇൻ ബിറ്റ്വീൻ 140 to 145 form a group. 140 to 145 is a class. This is another example that I have told you previously. Class limits. The smallest and largest possible measurement in each class are known as class limits. Then you know the example, and you see the example. For the class 140 to 145, 140 is the lower limit and 145 is the upper limit of the class, and these two are class limits. I've got the idea. Whatever may be the class, there must be two boundaries, limits. It's known as class limit. In the previous example, 135 to 140 is a class, and 135 and 140, these are class limits. Then class mark. The value exactly at the middle of the class interval is called class mark or the mid value. Class mark. Class mark is equal to 1/2 lower limit, 1/2 into lower limit plus upper limit, or the average of or the mean of upper limit and lower limit. You got the idea? So you consider a class interval, a class 135 to 140. It forms a class. Then what about class mark? You have to add 135 plus 140 divided by 2. 137.5 is the class mark. Example, for the class 140 to 145, class mark is 142.5. How will you get this value? You add the lower limit and upper limit, then it should be divided by 2. Then magnitude of class interval. The difference between upper and lower class boundaries is called the magnitude of class interval. Example, for the class 140 to 145, the class interval is 5. Difference. Then class boundary. In the case of grouped frequency distribution with the class limits, having a gap between upper limit of the class and lower limit of the next class, there arises the need of obtaining class boundaries. Example, for the class limits 50 to 60, 60 to 69, etc., can have the boundaries 49.5 to 59.5, 59.5 to 69.5, etc. Anyway, in class frequency.
The number of observations falling within a particular class interval is called its class frequency. Total frequency is the total number of observations. See, in the figure you can see a frequency distribution. In this frequency distribution, 135 to 140, it forms a class. And the number of observations corresponding to this class is known as frequency. It is 12. Is given. Another example is given. For the class 140 to 145, the class frequency is 15. For the class 150 to 155, the class frequency is 40. See, it is the maximum frequency, 40. You might have got the idea regarding class frequency. Then, construction of a frequency distribution. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഒപ്പം പറഞ്ഞോട്ടെ. ഇതൊക്കെ ഞാൻ നോക്കുമ്പോൾ വളരെ സിമ്പിളാണ്. ഏറെക്കുറയും +2 നിങ്ങൾ പഠിച്ചിട്ടുള്ള സംഗതികളാണെന്നാണ് ഞാൻ വിചാരിക്കണേ. ചിലർ ഹൈസ്കൂൾ ICSE സിലബസിലൊക്കെ ഹൈസ്കൂളിൽ തന്നെ പഠിക്കാനുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഞാൻ കുറച്ച് സ്പീഡിൽ കടന്നു പോവാണ് കേട്ടോ. Construction of frequency distribution. Let us continue. There are different stages. First one is finding the range of values in the data. അതിനും അടുത്ത സ്റ്റെപ്പുകളുണ്ട്. The difference between the largest and smallest observations in the data known as range is found out. തന്നുള്ള ഡേറ്റയിലെ റേഞ്ച് ഏറ്റവും ലോവസ്റ്റും ഏറ്റവും ഹയസ്റ്റും നോക്കി അതിന് റേഞ്ച് എന്ന് പറയാം. Then decide how many classes are to be formed. അതിനുശേഷം വേണം നമ്മൾ എത്ര ക്ലാസ് വേണമെന്ന് ഫോം ചെയ്യാൻ. And then decide class interval. Second step, take a decision about the number of classes. Ordinarily, a frequency distribution should not contain more than 20 or 25 and not less than 6 or 8 classes. ഒരു 6 അല്ലെങ്കിൽ 8 അല്ലെങ്കിൽ 20-25 കൂടാൻ പാടില്ല, 6-8 താഴെ പാടില്ല. The number of classes that can be calculated by the equation number of classes is equal to 1 plus 3.22 log n, where n is the number of observations. ഈ ഇക്വേഷൻസ് നോർമലി ഉപയോഗിക്കേണ്ടി വരിക വലിയൊരു സർവേക്ക്, സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേക്ക്. ഒരു സെൻസസ് ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ഇൻവോൾവ് ചെയ്തത് 330 കോടി ജനങ്ങൾ. അപ്പോൾ ആ കേസിൽ എത്ര ക്ലാസ് വേണമെന്ന് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മൾ ഈ റിലേഷനൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ ഡേറ്റയ്ക്ക് നമുക്ക് ഏകദേശം ഒരു 6-8 ക്ലാസ് വരാവുന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്താൽ മതിയാവും. അത് കൂടിയാൽ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇപ്പോഴും നമ്മൾ ചെയ്യുക എങ്ങനെയാണ്, ഒരു 6-8 ക്ലാസ് വരാവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാക്കാണെന്ന് വിചാരിക്കണം. ഡിസൈഡിങ് ദ ക്ലാസ് ഇന്റർവെൽ. മൂന്നാമത്തെ സ്റ്റേജാണ് ഡിസൈഡിങ് ദ ക്ലാസ് ഇന്റർവെൽ. ദ സൈസ് ഈസ് യൂഷ്വലി 5 or 10 or their multiples. കഴിയുന്നതും 10ന്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ നമുക്ക് അതിന്റെ ഈ ക്ലാസ് മാർക്ക് കണ്ടെത്താൻ എളുപ്പമുണ്ട്. പകുതി വാല്യൂ പക്ഷെ മനസ്സിലായല്ലോ അല്ലേ. 5 ആണെങ്കിൽ ഫ്രാക്ഷൻ വാല്യൂ വരും, കുഴപ്പമില്ല. Then fourth one, tally mark. The class frequency is counted by making strokes against each class interval for each item falling on the class intervals. അപ്പോൾ നമ്മൾ ഓരോ ഐറ്റത്തിനും മാർക്ക് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് ക്ലാസ്സിൽ വരുന്ന വെച്ചാൽ അതിൽ വേറെ ടാലി മാർക്ക് ഇടും. 5 എണ്ണത്തിൽ നമ്മൾ ഒന്നിച്ച് ബ്ലോക്ക് ആക്കി വരയ്ക്കുന്ന രീതിയൊക്കെ നമുക്ക് പരിചയം ഉണ്ടാവും. Then types of variables. There are 2 types of variables. Continuous variable, discontinuous or discrete variables. First one, continuous. Those variables which can take all possible values in a given specified range are called continuous variables. Example, age of pupil between 10 and 11, there may be so many values. Okay, age of pupil between 10 and 11, there are so many values. Continuous variable. Discrete variables. Those variables which cannot take all possible values within a given specified range are called discrete variables. Example, family size. For example, family size between 3 and 5 there can be only 4. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് പറഞ്ഞാൽ ഡിഫറൻസ് മനസ്സിലാവും. കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ, ഏജ് ഓഫ് പീപ്പിൾ 10-15 വയസ്സ്, 10.5 വയസ്സ്, 10.25 വയസ്സ്, നമുക്ക് ഒരുപാട് പേര് പറയും. ഒരുപാട് 10-നും 11-നും ഇടയ്ക്ക് ഒരുപാട് വാല്യൂ പോസിബിളാണ്.
അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ തൂക്കം 10.5, 10നും 11നും ഇടയ്ക്ക്, രണ്ട് ഡിസ്ക്രീറ്റ് വാല്യൂ ആണ് 10ഉം 11ഉം, അതിനിടയ്ക്ക് 10.100 അല്ലെങ്കിൽ 10.1, 10.5, 10.4 ഇങ്ങനെ പല വാല്യൂസ് പോസിബിളാണ്. പക്ഷേ ഈ ഒരു വീട്ടിലെ കുട്ടികളുടെ നമ്പറോ ഫാമിലി സൈസോ പറയുമ്പോൾ 1.5 കുട്ടി 2.5 കുട്ടി എന്ന് നമ്മൾ പറയില്ല. ഒരു കുട്ടി അല്ലെങ്കിൽ 2 കുട്ടി, 1നും 2നും ഇടയ്ക്ക് വേറെ വാല്യൂസ് ഇല്ല. 2 അല്ലെങ്കിൽ 3, 3 അല്ലെങ്കിൽ 4, അത് മനസ്സിലായല്ലേ? ഒരു ഫിക്സ്ഡ് വാല്യൂ, ഫ്രാക്ഷൻ വാല്യൂ പറ്റില്ല. അപ്പോൾ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫിക്സ്ഡ് വാല്യൂ, ഫ്രാക്ഷൻ വാല്യൂ അല്ലാത്ത കേസിലൊക്കെ നമ്മൾ പറയുന്ന പേരാണ് ഡിസ്ക്രീറ്റ്, അല്ലാത്ത കേസിൽ കണ്ടിന്യൂസ്. ഒരു ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നോക്കൂ. In discrete frequency distribution, the exact measurements of various items are shown. Each of these measurement is to be treated as a class. Is a frequency distribution constructed for the daily wages of a group of workers. Daily wages 15 ആയിട്ടുള്ള 2 പേരുണ്ട്. ഈ ടേബിളിന് അർത്ഥതാണ് 15 രൂപ ഒരു ദിവസം കൂലി കിട്ടുന്ന 2 പേര് ആ ഗ്രൂപ്പിനകത്തുണ്ടായിരുന്നു. 20 രൂപ കൂലി കിട്ടുന്ന 15 പേരുണ്ട്. 25 കിട്ടുന്ന 20 പേരുണ്ട്. കാശ് മനസ്സിലായല്ലേ? ഡിസ്ക്രീറ്റ് വാല്യൂസ്. ഇനി ഇതിൽ തന്നെ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫോം ചെയ്യാം. എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും? അത് നമുക്ക് ഇതിൽ വരുന്നതല്ല, ഞാൻ കൂട്ടത്തിൽ പറയുന്നത് മാത്രം. ഇപ്പോൾ 15നും 20നും ഇടയ്ക്ക് ഡെയിലി വേജ് ഉള്ള എത്ര പേരുണ്ടെന്ന് കണക്ക് കൂട്ടി കഴിഞ്ഞാൽ അതിനൊരു ക്ലാസ് ആക്കാം, 15 to 20. എന്നിട്ട് ഈ പറയുന്ന 2, 8, 15 കൂടി കൂട്ടി കഴിഞ്ഞാൽ ടോട്ടൽ വാല്യൂ ചെയ്യും. കാശ് മനസ്സിലായല്ലോ അല്ലേ? നമുക്ക് അടുത്ത എക്സാമ്പിൾ നമ്മൾ കാണിക്കും. Then continuous frequency distribution. In continuous frequency distribution, the exact measurements are appropriate and therefore they are expressed in class intervals. For example, ages of people. ഒരു ഗ്രൂപ്പിലെ ഒരു ഗ്രൂപ്പ്, എന്ത് ഗ്രൂപ്പ് ആവട്ടെ, ഒരു പ്രദേശത്തെ ആൾക്കാർ എന്നാവട്ടെ, ആ ആൾക്കാരുടെ കൂട്ടത്തിൽ 0 to 10 ഉള്ളവർ എത്രയാ? 2 പേരുള്ളൂ. 10 to 20 ഏജ് ഉള്ളവർ 8 പേര്, 20 to 30 ഉള്ളവർ 10 പേര്. അങ്ങനെ ആ രീതിയിൽ നമുക്ക് കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ദെൻ സാമ്പിളിംഗ്. എന്താണ് സാമ്പിളിംഗ് എന്ന് അതിന്റെ മീനിങ് ആണ് ആദ്യം പറയുന്നത്. സാമ്പിളിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് ഒബ്റ്റെയിനിങ് ഇൻഫർമേഷൻ അബൌട്ട് ആൻ എൻറ്റയർ പോപ്പുലേഷൻ ബൈ എക്സാമിനിങ് ഓൺലി എ പാർട്ട് ഓഫ് ഇറ്റ്. ഇറ്റ് ഈസ് ദ എക്സാമിനേഷൻ ഓഫ് ദ റീജനറേറ്റീവ് ഐറ്റംസ് ആൻഡ് കൺക്ലൂഷൻ ഓഫ് ഡ്രോ ഫോർ ഓൾ ഐറ്റംസ് കമ്മിങ് ഇൻ ദാറ്റ് ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു സാമ്പിളിങ്ങും സർവേയും അല്ലേ, അല്ലെങ്കിൽ സെൻസസ് അല്ലെങ്കിൽ സാമ്പിള്. സർവേ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. സാമ്പിളിങ് ആൻഡ് സെൻസസ്. എന്താ സാമ്പിളിങ്? ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു മെമ്പറിനെ മാത്രം നമ്മൾ അനലൈസ് ചെയ്യുന്നു. മുമ്പ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ. സാമ്പിളിംഗ് ടെക്നിക്സ്: പ്രോബബിലിറ്റി സാമ്പിളിംഗ് ഓർ റാൻഡം സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഇനി എന്താണ് പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്? അണ്ടർ ദിസ് മെത്തേഡ് ഈച്ച് ഐറ്റംസ് ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഫോർ ബീങ് സെലക്ടഡ്. ഫോളോവിങ് ആർ ദ റാൻഡം സാമ്പിളിംഗ്. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. ആദ്യത്തെ, എ സിമ്പിൾ റാൻഡം സാമ്പിൾ ഈസ് എ സാമ്പിൾ സെലക്ടഡ് ഫ്രം എ പോപ്പുലേഷൻ ഇൻ സച്ച് എ വേ ദാറ്റ് every item of the population has an equal chance of being selected. The selection depends on chance. Example, lottery methods. ലോട്ടറി നിങ്ങൾക്കറിയാം. ഇപ്പം എല്ലാ നമ്പറുകളും ഒന്നിച്ചിട്ടിട്ട് നമ്മളതിൽ നിന്ന് ഒരെണ്ണം ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ ഒരെണ്ണം ചില ചൂസ് ചെയ്യുന്നു അല്ലേ? ശരിയല്ലേ? അതിപ്പോൾ കുറച്ചും കൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യണേ. കാരണം 6 നമ്പർ ആണെങ്കിൽ 0 തുടങ്ങി 1 വരെയുള്ള ആദ്യത്തെ ഡിജിറ്റ്, 0 തുടങ്ങി 1 വരെയല്ല, 0 തുടങ്ങി 9 വരെ ഫസ്റ്റ് ഡിജിറ്റ്, 0 തുടങ്ങി 9 വരെയുള്ള സെക്കൻഡ് ഡിജിറ്റ്, അങ്ങനെ 6 ഒരു വേറെ ചൂസ് ചെയ്യാം. എന്നാലും കുഴപ്പമില്ല. എന്തായാലും ഫസ്റ്റ് നമ്പർ കിട്ടാണ് എല്ലാത്തിനും ഒരേ ചാൻസ് ആണ് ഉള്ളത്. ശരിയല്ലേ? പണ്ട് ചെയ്തിരുന്ന എല്ലാ ലോട്ടറി ടീമിൻ്റെ ഈ കൗണ്ടർ ഫോയിൽ ഉണ്ടല്ലോ, കടക്കുറ്റി എന്ന് പറയും, അത് ഒന്നിച്ചിട്ടിട്ട് അതിൽ നിന്ന് സെലക്ട് ചെയ്ത് റാൻഡം ഷഫിൾ ചെയ്ത് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 1000 ടിക്കറ്റ് ഉള്ളതെങ്കിൽ 1000ന് ഈക്വൽ ചാൻസ് ഉണ്ട്. അതിനോട് ഉദ്ദേശിക്കുന്നത് ലോട്ടറി ടെക്നിക്, റാൻഡം, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ്. Then രണ്ടാമത്തെ സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ്. This method is popularly used in those cases where complete list of the population from which sample is to be drawn is available. Under this method, the items in the population are included in intervals of magnitude k. From every interval, select an item by simple random sample method. നോക്കി, ലോട്ടറി മെത്തേഡ് തന്നെ നമ്മൾ രണ്ടാമത്തെ കേസ് പറഞ്ഞ് ഓർത്ത് നോക്കി. ഇനി 6 ഡിജിറ്റ് സെലക്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 0 തുടങ്ങി 9 വരെയുള്ള ആദ്യത്തെ ഗ്രൂപ്പിലെ ഒരെണ്ണം,
അതിന് ഈക്വൽ ചാൻസ് ആണ് ഉള്ളത്. നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ റാൻസം അതുപോലെ 6 ഡിജിറ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നു, എന്നിട്ട് അതിൽ നിന്ന് ഒരു നമ്പർ 6 ഡിജിറ്റുള്ള ഒരു നമ്പർ ചൂസ് ചെയ്യുന്നത് ചെയ്യണേ. ഓക്കെ, അപ്പൊ എല്ലാത്തിനും ഒരുപോലെ തന്നെ കിട്ടും. സിസ്റ്റമാറ്റിക് സാമ്പിളിംഗ് എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. ഈ അടുത്തൊന്നാണ് ക്ലസ്റ്റർ സാമ്പിളിംഗ്. ക്ലസ്റ്റർ സാമ്പിളിംഗ് consists of informing suitable clusters of units. All the units in the sample of clusters selected are surveyed. ക്ലസ്റ്ററുകളാക്കി, അതിന് കൃത്യമായിട്ട് എക്സാമ്പിൾസ് പറയാൻ ബുദ്ധിമുട്ടാണ്, എന്തായാലും ക്ലസ്റ്ററുകളാക്കി നമ്മൾ ചൂസ് ചെയ്യും. അടുത്തൊന്ന് കോട്ട സാമ്പിളിംഗ്. In this method, each investigator engaged in the collection of data is assigned a quota for investigation. ഇതും ഇങ്ങനെ തന്നെ. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് എക്സാമ്പിൾ എടുക്കാം, ഇന്ധന വില വർധനവ് ഓരോരുത്തരെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ പഠിക്കാനൊരു സർവേ നടത്തുന്നു. അപ്പോൾ ഈ ഒരു ഫാമിലിയിൽ പലതരത്തിലുള്ള കുട്ടികളുണ്ടാവും, പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളുണ്ടാവും, മിഡിൽ ഏജ് ഉള്ളവരുണ്ടാവും, യൂത്ത് ഉണ്ടാവും, മധ്യവയസ്കരുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും. അപ്പോൾ ഇവരെല്ലാവരും സർവേയിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ കുട്ടികളിൽ നിന്ന് റെപ്രസെൻറ്റേറ്റീവ്സിനെ, കുട്ടികളുടെ അത് ചെറിയ കുട്ടികളെ, യൂത്ത് കുട്ടികൾ ടീനേജേഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ നിന്ന് ഒരാളെ, മധ്യവയസ്കരിൽ നിന്ന് ഒരാളെ, ഈ പ്രായമുള്ളതിൽ നിന്ന് ഒരാളെ. അപ്പോൾ അങ്ങനെ ഓരോ ഫാമിലി സെലക്റ്റഡ് മെമ്പേഴ്സ് മാത്രം എടുക്കുമ്പോൾ ഈ സൊസൈറ്റിയുടെ എല്ലാ ഭാഗവും അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന എല്ലാ ഭാഗവും സെലക്ട് ചെയ്യപ്പെടും. എല്ലാത്തിനും ഈക്വൽ ചാൻസ് കിട്ടുകയും ചെയ്യും. ഒരു കംപ്ലീറ്റ് സർവേ, കംപ്ലീറ്റ് എന്നല്ല, നമുക്കൊരു പിക്ചർ കംപ്ലീറ്റ് ആവും കോട്ട സാമ്പിളിംഗ് നൽകി. അത് മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ പറഞ്ഞത് ഇൻ ദിസ് മെത്തഡ് ഈച്ച് ഇൻവെസ്റ്റിഗേറ്റർ എൻഗേജ് ഇൻ ദ കളക്ഷൻ ഓഫ് ഡേറ്റ ഈസ് അസൈൻഡ് എ കോട്ട ഫോർ ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ഇങ്ങനെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ കുട്ടികളിൽ സർവേ എടുക്കാൻ ഒരാളെ ഏർപ്പാടാക്കുന്നു, ഒരു പ്രദേശത്തെ കുട്ടികളിൽ നിന്ന്, ഒരു പ്രദേശം മധ്യവയസ്കരിൽ സർവേ എടുക്കാൻ ഒരാളെ ഏർപ്പാടാക്കുന്നു, പ്രായമുള്ളവരിൽ നിന്ന്, യൂത്തുകളിൽ നിന്ന്, ടീനേജേഴ്സിൽ നിന്ന്, ഇങ്ങനെയൊക്കെ അല്ലെങ്കിൽ പാരൻസിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഓരോന്നും സെലക്ട് ചെയ്ത് ഓരോരുത്തരും അവർക്ക് അസൈൻ ചെയ്ത ഡേറ്റ മാത്രം കളക്ട് ചെയ്യും. നമുക്ക് അവസാനം എല്ലാം കപ്പിൾ ചെയ്യും. ദെൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് അടുത്തത്. ദിസ് ഈസ് സാമ്പിളിംഗ് പ്രൊസീജിയർ ക്യാരിയഡ് ഔട്ട് ബട്ട് ഇൻ സെവറൽ സ്റ്റേജസ്. ഇൻ മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഫസ്റ്റ്ലി യൂണിറ്റ്സ് സെലക്ടഡ് ബൈ സൂട്ടബിൾ മെത്തേഡ്സ് ഓഫ് സാമ്പിളിംഗ്. ആദ്യം ഏത് മെത്തേഡ് ഉപയോഗിച്ച് സാമ്പിളിംഗ് നടത്തുന്ന ടെക്നിക്ക് ഉപയോഗിക്കും. From among the selected units, sample is drawn by some suitable methods. Selected units നിന്ന് സാമ്പിളിനെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യണേ. Further stages are added to arrive at a sample of the desired units. പലതരത്തിൽ പല ടെക്നിക്കുകളും ഉണ്ട്. ഇപ്പോൾ തൽക്കാലം ഇതിനെപ്പറ്റി ഞാൻ അത്രാണ്ട് അവെയർ അല്ല, മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ് ഏതൊക്കെ ടെക്നിക്സ് ഉപയോഗിക്കുന്നു. തൽക്കാലം ഒരു ഐഡിയക്ക് വേണ്ടി പറയുന്ന മൾട്ടി സ്റ്റേജ് സാമ്പിളിംഗ്. ദെൻ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ആദ്യത്തെയാണ് ജഡ്ജ്മെന്റ് സാമ്പിളിംഗ്. Under this sampling, investigator exercises his discretion in the matter of selecting the items that are to be included in the sample. ഇനി അടുത്ത ടെക്നിക്കാണ് ബാക്കിയുള്ള ടെക്നിക്സ്, others, by selecting such units of the universe which may be conveniently located. തൽക്കാലം ഇന്ന് ഇത്രയ്ക്ക് മതി. കാരണം ഒരു 20 മിനിറ്റൊക്കെ ആയി ഞാൻ തോന്നുന്നു. കൂടുതലായാലും ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല, കൂടുതൽ ക്ലാസ് നീങ്ങിപ്പോയാലും ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോഴും നിങ്ങളുടെ സിലബസ് ഫൈനലൈസ് ചെയ്തിട്ടില്ല എന്ന് കേൾക്കണേ. യൂണിവേഴ്സിറ്റിയുടെ ഓരോ കളികളാണ്. തൽക്കാലം നമ്മളിതിൽ ഹെൽപ്ലെസ് ആണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ സിലബസ് ഇനി മാറ്റാൻ വഴിയില്ല എന്നാണ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഓർഡറായിട്ട് നമുക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മൾ ക്ലാസ് എടുത്ത് പോകുന്നു മാത്രം. ഓക്കെ, താങ്ക് യു വൺസ് അഗെയിൻ.